ഡോക്ടർ എന്തിനാ ഇപ്പൊ രാഷ്ട്രീയം പറയുന്നത്? ഡോക്ടർക്ക് കൺസൾട്ടിംഗ് റൂമിൽ സ്റ്റെത്തും വെച്ച് രോഗികളെ പരിശോധിച്ചിരുന്നാൽ പോരെ എന്നാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയം അത് നമ്മുടെ തലക്ക് പിടിച്ചൊരു ഭ്രാന്തായി മാറുകയും അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പം ഇത്തരം അഡിക്ഷനുകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ഡോക്ടറുടെ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. ഇന്ന് നമ്മൾ കേട്ട 2 വാർത്തയുണ്ട്. ഒന്ന്, നിലമ്പൂരിൽ PV അൻവർ സാഹിബ് മത്സരിക്കുന്നില്ല, ഞാൻ ഇത്രയും നാൾ മത്സരിച്ച് ജയിച്ച് അവസാനം ഞാൻ പാപ്പരായി, എനിക്ക് ഇലക്ഷനിൽ നിൽക്കാനുള്ള പണം പോലും ഇല്ലാത്ത കടം കേടി നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത്. പലപ്പോഴും ഈ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാനും പലപ്പോഴും കേട്ടൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തെ അതിസമ്പന്നൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാം. രാഷ്ട്രീയം തലക്ക് പിടിച്ച് കുടുംബം നോക്കാത്ത ആൾക്കാർ, രാഷ്ട്രീയം തലക്ക് പിടിച്ച് മറ്റുള്ളൊരു വിദ്വേഷം കാണിക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമ്മൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പ്രതികരിക്കുമ്പോൾ പറയും, രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ കാര്യമല്ലേ, നാട്ടുകാരുടെ കാര്യമല്ലേ. തീർച്ചയായിട്ടും രാഷ്ട്രീയം വേണ്ട എന്നല്ല. നാട്ടുകാരുടെ കാര്യം എന്ന് പറയുമ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടുകാരാണ്, രാഷ്ട്രീയക്കാരല്ല. രാഷ്ട്രീയക്കാർ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ടുകാരാണ്. ഇവിടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു പൗരൻ ഏറ്റവും സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളത്. അതിനുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സംവിധാനം മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതിനു വേണ്ടി സിന്ദാബാദ് വിളിച്ച്, ഇതിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച്, മറ്റുള്ളവരുടെ ക്രൂരത കാണിച്ച്, ശത്രുത കാണിച്ച് നിൽക്കേണ്ട സാഹചര്യമല്ല. ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പം, ഒരു രാഷ്ട്രീയം പാർട്ടികൾ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മാത്രമാണ്. അവരൊരു അധികാരത്തിലേക്ക് എത്തുമ്പം പിന്നെ അവർക്ക് അവിടെ രാഷ്ട്രീയം നമ്മൾ കൽപ്പിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ നാട് അഭിമാനകരമായൊരു വിജയം യുദ്ധത്തിൽ കൈവരിച്ചപ്പം അതിനും ചിലരൊക്കെ രാഷ്ട്രീയ മുഖങ്ങൾ നൽകാൻ നോക്കി. തീർച്ചയായും അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഔപചാരികമായ ഒരു വിജയമാണ്, നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ടതാണ്. അവിടെ ചിലർ പറഞ്ഞു അതിന് രാഷ്ട്രീയ പാർട്ടിയുടെ നിറം കൊടുക്കുക. രാഷ്ട്രീയ പാർട്ടിയുടെ നിറം അവിടെ കൊടുക്കാൻ പാടില്ല. രാഷ്ട്രത്തിന് രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിൻ്റെയോ നിറമില്ല. രാഷ്ട്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് അത് ജീവനുള്ള ഓരോ ആ രാഷ്ട്രത്തിൻ്റെ ഒരു പൗരനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ 99.9% എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൽ ഇപ്പോൾ ജീവൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രക്ക് പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തിക്കും, അവൻ്റെ ജീവനും അവൻ്റെ ജീവിതത്തിനും അത്രയേറെ പ്രാധാന്യമുണ്ട്. ആ ഒരു വ്യക്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ അവന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരു കാരണവശാലും കാരണമാവാൻ പാടില്ല. മതം കാരണമാവാൻ പാടുണ്ടോ? പാടില്ല. രാഷ്ട്രീയം കാരണമാവാൻ പാടുണ്ടോ? പാടില്ല. ദൈവം കാരണമാവാൻ പാടില്ല. ഇവിടെ ദൈവത്തിന് വേണ്ടിയാണ് തർക്കങ്ങൾ. ഇല്ലാത്ത ദൈവത്തിന് വേണ്ടി മനുഷ്യന് തർക്കിക്കേണ്ടി വരും. ഉള്ള ദൈവത്തിന് വേണ്ടി എന്തിനാ തർക്കിക്കുന്നത്? ഉള്ള ദൈവം എല്ലാ മതക്കാർക്കും എല്ലാ ക്രിയേഷനും ഒന്ന് തന്നെയാണ്. അത് രണ്ടില്ല, അത് മറ്റൊന്നല്ല, എല്ലാവർക്കും ഒന്നാ. മനസ്സിലായില്ല? അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. സൂര്യൻ ഒന്നേ ഉള്ളൂ, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, ഭൂമി ഒന്നേ ഉള്ളൂ. അതുപോലെ ദൈവവും എല്ലാവർക്കും ഒന്ന് തന്നെ. പിന്നെന്തിനാ തർക്കിക്കുന്നത്? നമ്മളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തതകൾ അത് ദൈവത്തിൻ്റെ തന്നെ ക്രിയേഷനാണ്. പിന്നെ എന്തിനാ തർക്കിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു അധികാരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയും അഡിക്ഷനിലേക്ക് നമ്മൾ നീങ്ങുമ്പം ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള പലതും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം എന്തൊക്കെയാ, അവരുടെ പണം മൊത്തം നഷ്ടപ്പെട്ടിട്ട് കടം കയറി അവസാനം നാട്ടുകാർ പിരിയെടുത്ത് കടം വീട്ടിയ രാഷ്ട്രീയക്കാരെ വരെ നമുക്കറിയാം. നല്ല മനുഷ്യന്മാരാണ്, അല്ല എന്നല്ല പറയുന്നത്. അത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയം വേണം, പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ അടിമയാവരുത്. രാഷ്ട്രീയം നമ്മൾ അഡിക്ഷൻ ആവരുത്. നമ്മളുടെ ഈ നിമിഷം നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് ഏറ്റവും വലുത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ ജീവിതമുള്ള ഈ നിമിഷത്തിലെ നമ്മുടെ ജീവനാണ് ഏറ്റവും വാല്യുബിൾ ആയത്. അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടിയിലോ എന്തെങ്കിലും പ്രവർത്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നിൻ്റെയും അടിമയാവരുത്.
രാഷ്ട്രത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി നന്മ ചെയ്താലും അതിന് കൈയടിക്കാനുള്ള, അതിന് സിന്ദാബാദ് വിളിക്കുക, രാഷ്ട്രത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കാനുള്ള ആ രാജ്യസ്നേഹം നമ്മളിൽ ഉണ്ടാവണം. ആ മാതൃസ്നേഹം നമ്മളിൽ ഉണ്ടാവണം. മാതൃസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ മാതൃസ്നേഹം എന്ന് പറയുന്നത് അതിനും രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ നിറം കൊടുക്കാൻ പാടില്ല. അതിന് നിങ്ങൾ നമ്മുടെ സ്വന്തം അമ്മയുടെ നിറവും അമ്മയുടെ ജീവൻ്റെ കരുത്തുമാണ് നമ്മൾ നൽകേണ്ടത്. അതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാതൃരാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് വരേണ്ടത് ഈ മാതൃരാജ്യത്ത് നമ്മൾ പ്രസവിച്ച നമ്മുടെ അമ്മയുടെ ചിത്രമാണ്, സ്വന്തം പെറ്റ അമ്മയുടെ ചിത്രമാണ്. മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് രാഷ്ട്രസ്നേഹം തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്നാണ് രാജ്യസ്നേഹം തുടങ്ങേണ്ടത്. സ്വന്തത്തോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ്. നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനവും നമ്മളെ ഭരിക്കുന്ന നമ്മൾ അതിന് അഡിക്റ്റായി പോകുന്ന, അല്ലെങ്കിൽ അതിലൂടെ മറ്റൊരു ശത്രുത കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടിയായാലും അധികാര സംവിധാനങ്ങളോടുള്ള അഡിക്ഷൻ്റെ പേരിലാണെങ്കിലും ഇതുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇലക്ഷനുകളൊക്കെ നടക്കട്ടെ, അതതിൻ്റെ വഴിക്ക് നടന്നോളും. അതിനുവേണ്ടി നമ്മുടെ ജീവിത ഊർജം, ജീവന്റെ ഊർജം, ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതം കളഞ്ഞു കുടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.